ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു വീഡിയോ എൻ്റെ കഴിഞ്ഞ കാലത്തേക്കൊരു തിരിച്ചു പോക്ക്, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. എൻ്റെ ജീവിതത്തിലെ പല വിശേഷങ്ങളും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 വർഷത്തിൻ്റെ മേലെയായി നമ്മുടെ യൂട്യൂബ് ചാനൽ എന്നാണ് എൻ്റെ ഓർമ്മ. 5 വർഷമോ 4 വർഷമോ എനിക്ക് കറക്റ്റായിട്ടുള്ള ഓർമ്മയില്ല. എന്തായാലും അപ്പം മുതലുള്ള എൻ്റെ വിശേഷങ്ങൾ കുറേയൊക്കെ മടി പിടിച്ചിട്ട് പോയിട്ടുണ്ട് നിങ്ങളിലേക്ക് എത്താതെ. കുറേയൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇതിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ഇനിയും കുറേ വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എനിക്കൊരു സർജറി കാലഘട്ടമുണ്ടായിരുന്നു. 2010 മാർച്ച് 11 ആയിരുന്നു എൻ്റെ സർജറി. 2010 മാർച്ച് 11 ദിവസം എനിക്ക് ഓർമ്മയില്ല. സർജറി എന്ന് പറയുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ വേറെ പറയാനുണ്ട്. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ഞാനല്ലായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നത് എന്ന് ഞാൻ വാക്കറിൽ പിടിച്ച് നടക്കുന്നത് നിങ്ങൾ കാണുന്നു. എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളോട് അറിയിക്കുന്നു. ഇങ്ങനെ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഉപ്പ, ഉമ്മ, സഹോദരങ്ങൾ അങ്ങനെ ഒതുങ്ങിക്കൂടിയൊരു കുട്ടിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരാളായിരുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാത്തൊരു കാലഘട്ടം എന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. മെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരുത്താതെ എനിക്ക് മാറിയൊന്ന് ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ പോലും ഒരാളെ പരസഹായം കൂടാതെ സ്വന്തം വീട്ടിൽ പോലും ചെയ്യാൻ പറ്റാതെ എൻ്റെ ഉമ്മ ഒരു നേരം എൻ്റെ അടുത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് മാറിയാൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കാത്ത ഒരവസ്ഥ എനിക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റൊരാളെ ആശ്രയം എനിക്ക് വേണ്ടിയിരുന്നു. പിടിച്ചാൽ പോലും എനിക്ക് മര്യാദയ്ക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ജനിച്ച 6 മാസം മുതൽ എൻ്റെ ഉമ്മച്ചി പറഞ്ഞൊരു ഓർമ്മയും ബാക്കിയുള്ളവരടുത്തുനിന്ന് കേട്ടൊരു ഓർമ്മയും 6 മാസം മുതൽ തുടങ്ങിയതാണ് ചികിത്സ. ഓരോന്ന് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട്, അല്ലെങ്കിൽ പലതിലും മനസ്സ് മടുപ്പിച്ചിട്ടൊന്നുമില്ല. പല ആളുകളും അങ്ങനെയാണല്ലോ, ചികിത്സ ഫലിക്കാതെ വരുമ്പോൾ മനസ്സ് മടുത്ത് ഒരു വഴിയിൽ എത്തുമ്പോൾ ഉപേക്ഷിക്കും. പക്ഷേ എനിക്ക് ഇന്നും ആ ട്രീറ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നും എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ്, ഇന്നും എൻ്റെ ശരീരത്തിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു. 29 വർഷമായി മാഷാ അല്ലാഹ്. ഇന്നും എൻ്റെ കാര്യങ്ങൾക്ക് ഒരു കുറവും എൻ്റെ വീട്ടുകാരോ എന്നിൽ ബന്ധപ്പെട്ടവരോ ചെയ്തിട്ടില്ല. അത് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും ഞാൻ ഈ സന്തോഷകരമായ ജീവിതം നയിക്കുന്ന കാര്യത്തിലാണെങ്കിലൊക്കെ അൽഹംദുലില്ലാഹ് ഞാൻ ഹാപ്പിയാണ്. എൻ്റെ കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലൊക്കെ അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ഓരോരോ മാറ്റങ്ങൾ വരും. അപ്പോഴും എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പഠിച്ചവനെ എൻ്റെ ശരീരം കീറി മുറിക്കുന്നൊരവസ്ഥയിൽ നീ എത്തിക്കരുതേ എന്നുള്ളത്. എല്ലാവരും സർജറീൻ്റെ കാര്യങ്ങളൊക്കെ കുറേ മുന്നേ പറയുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കതൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെ നടക്കുന്നു അങ്ങനെ നടന്നാൽ മതി. പക്ഷേ ഒരു ഓപ്പറേഷനൊന്നും ചെയ്യാതെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ. എനിക്ക് പേടിയായിരുന്നു, എനിക്ക് വളരെ പേടിയായിരുന്നു. അങ്ങനെ ഒരാൾ പറഞ്ഞത് കേട്ടുകൊണ്ട് നമ്മൾ കമ്പളക്കാടുള്ളൊരു മോളെയാണ് ആദ്യമായിട്ട് ബാംഗ്ലൂർ റീകൂപ്പ് ഹോസ്പിറ്റലിൽ 16 വയസ്സിന് താഴെയുള്ള മക്കളെ ചെയ്യുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന ഹോസ്പിറ്റലായിരുന്നു അത്. സർജറി 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ചെയ്യുള്ളൂ എന്നുള്ളൊരു ഹോസ്പിറ്റൽ.
വയസ്സിന് കൂടിയ ഒരാൾ ആദ്യമായിട്ട് ചെയ്തത് ഒരു മോളെയാണ്, കണിയാമ്പറ്റയുള്ളൊരു മോളെയാണ്. ആ കുട്ടി തീർത്തും ബെഡ്രിനായിട്ട് കിടക്കുന്ന ഒരു മോളായിരുന്നു. അതിന് ശേഷം സ്വന്തമായിട്ട് ഇരിക്കാൻ തുടങ്ങി, സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്നൊക്കെ കേട്ടപ്പോൾ ഒരു പ്രതീക്ഷ എൻ്റെ മാതാപിതാക്കളിലും വന്നു. അങ്ങനെ ഈ കുട്ടീനെക്കുറിച്ച് അന്വേഷിച്ചു. എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ, അതായത് എൻ്റെ മൂത്താപ്പാൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് ഈ കുട്ടീൻ്റെ ഉപ്പ. അപ്പോൾ അവിടെ പോയി അന്വേഷിച്ചു. കുട്ടീനെ പോയി നേരിട്ട് എൻ്റെ മൂത്താപ്പ കണ്ടു. അപ്പോൾ അവളിലേക്ക് വന്ന മാറ്റം, അവൾ അങ്ങനെ കിടക്കുന്നൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇരിക്കുന്ന എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഒന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ മറ്റൊന്നും ആലോചിക്കാതെ അങ്ങനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ പോയത് ബത്തേരി, സുൽത്താൻ ബത്തേരിയിലെ നിർമ്മൽ ജ്യോതി എന്ന ഒരു സ്പെഷ്യൽ സ്കൂളും ഒരു തെറാപ്പി സെൻറ്ററും കൂടിയാണ്. നിർമ്മൽ ജ്യോതി എന്ന തെറാപ്പി സെൻറ്ററിൽ പോയി അവിടെ ഞാൻ നിന്നിരുന്നത് എൻ്റെ അമ്മായിൻ്റെ വീട്ടിലായിരുന്നു. എൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ ഒരു 4-5 ആഴ്ച നിന്നു. അപ്പം അവിടെ ഇങ്ങനെ ഡോക്ടർമാർ വരും, ആഴ്ചയിൽ ക്യാമ്പ് നടത്തും. അങ്ങനെ ക്യാമ്പിൽ കുറേ ആളുകളെ കൊണ്ടുപോകും. ക്യാമ്പിൽ കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ പകുതി പൈസ കൊടുത്താൽ മതി. പകുതി പൈസയും പകുതി ക്യാമ്പിൻ്റെ ആനുകൂല്യവും ഉണ്ടാവും. പക്ഷെ നമ്മൾ പോയത് പ്രൈവറ്റായിട്ട് പോയി. 2010 11 ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷനാണ് 11 ഓപ്പറേഷൻ കഴിയുന്നത്. ഇവിടുന്ന് ഞാനും എൻ്റെ ഉമ്മച്ചിയും ഉമ്മച്ചിയും ഞാനും എൻ്റെ അമ്മായിയും അതുപോലെ എൻ്റെ അമ്മാവനുണ്ടായിരുന്നു കൂടെ, അതായത് എൻ്റെ ഉമ്മാൻ്റെ ആങ്ങള ഉണ്ടായിരുന്നു കൂടെ. അതേപോലെ ഒരു കാറിൽ ആണ് ഞങ്ങളെല്ലാവരും കൂടിയാണ് പോണത്. മൂത്താപ്പയും എല്ലാവരും കൂടിയാണ് പോണത്. അപ്പം ഈ ഓപ്പറേഷന് പോണതിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ അടുത്തൊരു വൈദ്യർ വന്നിരുന്നു. അപ്പോൾ എൻ്റെ മൂത്താപ്പ എന്നോട് ചോദിച്ചത്, പിന്നെ ഇവരോട് ഞാൻ വെച്ച കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ്, ഒന്നുമില്ലെങ്കിൽ ഉഴിച്ചിൽ, ഒന്നുമില്ലെങ്കിൽ സർജറിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഉഴിച്ചിൽ എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ. അപ്പം ഞാനത് ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു. അങ്ങനെ ഞാൻ പോകുന്നു. ഇവിടുന്ന് കാറും ഒക്കെ വിളിച്ച് പോയി. 10-ാം തീയതി ഡോക്ടറെ പോയി കാണുന്നു. ഡോക്ടറെ വീട്ടിൽ, ഡോക്ടർ നോർത്ത് ഇന്ത്യനാണ്, ഡോക്ടർ ദീപക് ശരൺ എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയി ഡോക്ടറെ കാണുന്നു. അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ കുറച്ച് പണി. അതുകൊണ്ട് അന്ന് തന്നെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് അന്ന് രാത്രി എനിക്ക് തോന്നുന്നു ഒരുപാട് ഇരുട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഡോക്ടറെ വീട്ടിൽ പോയി കാണുന്നു. 11-ന് സർജറി നടത്താം എന്നുള്ള രീതിയിൽ ഞങ്ങളൊക്കെ അപ്പോയിൻമെൻറ്റ് തരുന്നു. അന്ന് രാത്രി തന്നെ വന്നിട്ട് അഡ്മിറ്റ് ആവണു. മാർച്ച് 11-ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി രാവിലെ കുളിപ്പിച്ച് 2 ഭാഗം മുടിയൊക്കെ മുടഞ്ഞിട്ട് അവരുടെ ഡ്രസ്സൊക്കെ തന്ന് കയറ്റിയിട്ട് വൈകുന്നേരം ഒരു 4-4:30 മണിക്കാണ് തിരിച്ച് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കുന്നത്. അങ്ങനെ വലിയൊരു കടമ്പ അത് കഴിഞ്ഞു. 3-ാമത്തെ ദിവസം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. 1.5 മാസം ഇവിടെ റെസ്റ്റ് എടുക്കണം എന്നുള്ള രീതിയിൽ കമ്പി ഇട്ടിട്ടുണ്ട്. കാലിൻ്റെ പുറത്തിലൂടെ കമ്പി ഇട്ടിട്ടുണ്ട്. എൻ്റെ കാലിൻ്റെ ഓരോ 2 സ്ഥലത്തെ എല്ലുകൾ പൊട്ടിച്ചിട്ടാണ് സർജറി ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ കമ്പി പുറത്തൂടെ തന്നെ നമുക്ക് ഉള്ളിലല്ലാതെ പുറത്തു കൂടെ ഇടുന്ന കമ്പിയുണ്ട്. എല്ല് ജോയിൻ്റ് ആകാൻ വേണ്ടിയിട്ട് ആ കമ്പിയൊക്കെ ഇട്ട് പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് 1.5 മാസം പൂർണ്ണമായിട്ടുള്ള ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് 3-ാം ദിവസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൽ മസിൽ കയറി. കാരണം ബ്ലാസ്റ്റർ ടൈറ്റായിട്ട് നിൽക്കുക. എനിക്ക് ചെരിയണമെങ്കിലും എനിക്കൊന്ന് എഴുന്നേറ്റ് ഇരിക്കണമെങ്കിലും എൻ്റെ കാലൊന്ന് അനക്കണമെങ്കിലും ഒക്കെ ഒരാളെ സഹായം വേണം. അത്രയും കനമുള്ള പ്ലാസ്റ്ററാണ് 2 കാലിലും. 17-18 സ്ഥലത്ത് 19 സ്ഥലത്തോളം ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ശരീരത്തിൽ.
അതിൽ കാണുന്ന സ്റ്റിച്ചുകൾ കുറവാണ്, കാണാത്ത സ്റ്റിച്ചുകളാണ് കൂടുതലുള്ളത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഓപ്പറേഷൻ ചെയ്ത് ഇതുവരെ എൻ്റെ ഏകദേശം എൻ്റെ ഹിപ്പിൻ്റെ ഭാഗത്ത് വരെയുള്ള ഒരു ഭാഗത്ത് എനിക്ക് പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു. എൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ഞാൻ കടന്ന് നിർവഹിക്കുമായിരുന്നു. ഈ പ്രായത്തിനിടയ്ക്ക് ഞാനൊരു ചെറുപ്പത്തിലേക്കും കൂടി തിരിച്ചു പോയി എന്നുള്ള രീതിയായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. മൂന്നാം ദിവസം എനിക്കിങ്ങനെ മസിൽ കയറി. മൂന്നാമത്തെ ദിവസം തിരിച്ച് ബാംഗ്ലൂരിലേക്ക് രാത്രി പോയി. കാരണം ഇതെന്താണെന്നറിയില്ല, ആദ്യത്തെ അനുഭവമാണ്. പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ആദ്യമായിട്ടാണ് സർജറി ചെയ്യുന്നത്. അപ്പോൾ ഈ വേദന എന്തുകൊണ്ടുള്ളതാണെന്ന് അറിയില്ല. തിരിച്ച് ആംബുലൻസിലാണ് അന്ന് രാത്രി പോണത്. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അന്ന് രാത്രി പറഞ്ഞു അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞു. പിറ്റേന്ന് ഡോക്ടർ ഭയങ്കര തിരക്കുള്ള ആളാണ്, ആഴ്ചയിൽ ഒരു ദിവസം വരുള്ളൂ. അങ്ങനെ ഈ ഡോക്ടർ കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പം ലിഫ്റ്റിൻ്റെ അടുത്ത് ഒരാളും സ്റ്റെപ്പിൻ്റെ അടുത്തൊക്കെ ഒരാളും നിന്നിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ഡോക്ടറെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബ്ലഡ് കാണുന്നുണ്ടോ നിങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബ്ലഡ് കാണുന്നില്ല, വേദന എടുത്തിട്ട് പിന്നെ സഹിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു നിങ്ങൾ വേറെ ഒരു ഹോസ്പിറ്റലും കൊണ്ടുപോണ്ട, നിങ്ങൾ തിരിച്ചിവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് പോയത്. പിറ്റേന്ന് ഡോക്ടർ എന്നെ കണ്ടു. പിറ്റേന്നും വേദന മാറുന്നില്ല. പിന്നെയും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി പ്ലാസ്റ്റർ വെട്ടി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കാല് കണ്ടപ്പോൾ കംപ്ലീറ്റ് ഇവിടുന്ന് മുതൽ താഴെ വരെ കമ്പിയിട്ടിരിക്കുന്നു. ആ വേദന മാറാതെ പിന്നെയും പ്ലാസ്റ്റർ ഇട്ടു. പിന്നെ അവിടെ തന്നെ ഒരു റൂം എടുത്തു താമസിച്ചു. പിന്നെ പ്ലാസ്റ്റർ വെട്ടാനൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ് പോയത്. ഒരു വാടക വീട്ടിൽ മേലെയും താഴെയായിട്ടുള്ള റൂമുകളുള്ളൊരു വീട്ടിൽ നിന്നു. ഒരു റൂമിൽ ഉടമസ്ഥരും ഒരു റൂം നമുക്കും തന്നു. താഴെ തന്നെ വേണമല്ലോ, പ്ലാസ്റ്റർ ഇട്ട് എന്നെയും കൊണ്ട് മേലൊക്കെ ഒന്നും കയറി താമസിക്കാൻ പറ്റില്ലല്ലോ. ഒരു റൂമും ഒരടുക്കളയും ഒരു ചെറിയ ബെഡ്റൂമും ഉള്ളൊരു റൂം എടുത്ത് താമസിച്ചു. ഒരു ഏകദേശം 7 മാസത്തോളം. 2.5 മാസം കഴിഞ്ഞ് അവിടെ നിന്നാണ് പ്ലാസ്റ്റർ വെട്ടി. അവിടുന്ന് തന്നെ തെറാപ്പി തുടങ്ങി. അവിടെ തന്നെ നിന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ കാലിന് പൊട്ടൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഇവർ തെറാപ്പി ചെയ്തപ്പോൾ ഞാൻ എന്തോ ഒരു ബലം പിടിക്കുകയോ എന്തോന്ന് ചെയ്തപ്പോൾ സെറ്റാവുന്നതിന് മുൻപേ ആയതുകൊണ്ട് വീണ്ടും കാല് പൊട്ടി, വീണ്ടും പ്ലാസ്റ്റർ ഇട്ടു. അന്നൊരു പെരുന്നാളിൻ്റെ ദിവസം തിരിച്ച് വീട്ടിലേക്ക് വന്നു പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഒരാഴ്ച 2 ആഴ്ചത്തോളം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ പോയി പ്ലാസ്റ്റർ വെട്ടി. പിന്നെയും കുറേ ഫിസിയോതെറാപ്പി ചെയ്തു. നല്ല വേദനയായിരുന്നു. അങ്ങനെയൊക്കെ 7 മാസം അവിടെ നിന്ന് തുടർന്ന് ഇവിടെ വന്ന് തെറാപ്പി ചെയ്തു. അങ്ങനെ ഞാൻ വാക്കറിൽ നടക്കാൻ തുടങ്ങി, എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോഴൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, എൻ്റെ കുടുംബം എന്നോടൊപ്പം നല്ലോണം ഉണ്ടായിരുന്നു. കാരണം വീട്ടിൽ എൻ്റെ 2 ചെറിയ അനിയന്മാരാണ്. അവരെ നോക്കണമെങ്കിൽ വീട്ടിലാൾ വേണം, ഉപ്പാൻ്റെ അടുത്ത ആൾ വേണം, അവിടെ എൻ്റെ അടുത്ത ആൾ വേണം. എൻ്റെ ഉപ്പച്ചിയൊക്കെ ശനിയാഴ്ച ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഞായറാഴ്ച രാത്രി കയറും ബസ്സിൽ, ബാംഗ്ലൂരിൻ്റെ ബസ്സിൽ ടിക്കറ്റ് എടുത്തിട്ട് കയറിയിട്ട് ഒരു 6-6:30 മണിയാകുമ്പോൾ ബാംഗ്ലൂർ എത്തും ഞങ്ങളടുത്തേക്ക്. എന്നിട്ട് 1 ദിവസം 2 ദിവസം അവിടെ നിൽക്കും, തിരിച്ച് പിന്നെയും വരും. എൻ്റെ ആങ്ങളാരൊക്കെ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അവിടെയും ആൾ വേണം സഹായത്തിന്, ഇവിടെ ആൾ വേണം. നമ്മൾ അവിടെ റൂം എടുത്ത് നിൽക്കണമെങ്കിലും കൂടി നമ്മൾ ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് തന്നെയാണ് റൂം എടുത്തത്. വീൽ ചെയറിലാണ് ഉന്തിക്കൊണ്ട് പോവുക. അതിൻ്റെ ഇടയ്ക്ക് ഹോസ്പിറ്റൽ കേസുകൾ വേറെ വരും, പനി, തലവേദന. എനിക്ക് അവിടെ നിന്ന് വന്നതാണ് ഈ മൈഗ്രെയിൻ്റെ തലവേദന ആദ്യമായിട്ട്. അങ്ങനെ അതിനും വേണ്ടി ഹോസ്പിറ്റലിൽ കാണിക്കും. കാല് പൊട്ടിയപ്പം ഇതേപോലെ ഒരു ദിവസം ഒരു ഞായറാഴ്ച ഉപ്പച്ചി വരുന്ന ദിവസമാണ് എൻ്റെ കാല് വീട്ടിൽ നിന്ന് വീണ്ടും ഫ്രാക്ചറായിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട്. ആ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഉറങ്ങാതെ ഉപ്പച്ചി നിന്നിട്ട് അവിടെ കൊണ്ടുപോയി പിന്നെയും പ്ലാസ്റ്റർ ഇട്ടു.
തെറാപ്പി ചെയ്യുമ്പോൾ ഓരോരോ വേദനകൾ, കാര്യങ്ങൾ, മാനസിക പിരിമുറുക്കങ്ങൾ വേറെ, കുടുംബമില്ല, കൂട്ടമില്ല, തനിച്ച് ഡോക്ടർമാരും ഞാനുമുള്ളൊരു ലോകം. ഇതൊക്കെ ആയിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ സന്തോഷവതിയാണ്. ഇപ്പം ഞാൻ എൻ്റെ കൂടപ്പിറപ്പുകളൊപ്പം ഉണ്ട്. ഇപ്പോഴാണ് കുടുംബത്ത് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. മറ്റേത് യാത്രകൾ തന്നെയായിരുന്നു, ഹോസ്പിറ്റൽ തോറും കയറി ഇറങ്ങുക തന്നെയായിരുന്നു. ഇതാണ് ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് വേദനകൾ, ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അൽഹംദുലില്ലാ, ഈ കാണുന്ന ഞാൻ ഇങ്ങനെ ആയത് ഓരെ കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഞാൻ വാക്കറിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഓര് തന്നെയാണ്. കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ആവുമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സും ഈ പറഞ്ഞതുപോലെ മടുത്തിരുന്നു. അപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഫിസിയോതെറാപ്പി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴും എൻ്റെ കാര്യങ്ങൾക്ക് ഒരു മുടക്കും ഇല്ലാതെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട്, അതിനിടയിൽ പ്രിയപ്പെട്ടവർ കുറേ ആളുകൾ അകന്ന് നിന്നിട്ട്, എന്താ പറയുക, അവരെ കാണാൻ കഴിയാതെ, അവരില്ലാതെ, അവരോട് യാത്ര പറയാൻ പറ്റാതെ അങ്ങോട്ട് പോയത്, തിരിച്ച് വന്നപ്പോഴും അവരില്ല. അങ്ങനെയുള്ള വേദനകൾ വേറെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് കൂടിയ